മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് തോമസ് വൈദ്യം പറയുന്നുണ്ട്, എനിക്കൊരു കടം ബാക്കിയുണ്ട്. കഴിഞ്ഞ ഓണത്തിന് കണ്ണനെ ഊഞ്ഞാലിലാടാൻ നടന്നില്ല, അത് ഈ തവണ അതിൻ്റെ സങ്കടം മാറ്റിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാനെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും ഊഞ്ഞാലിലിരുത്തി ആട്ടുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവർ ഊഞ്ഞാലിലാടിയതിന് ശേഷം അവിടെ നിന്നും പോകാനൊരുങ്ങുകയാണ്. അങ്ങനെ തോമസ് വൈദ്യൻ വീണ്ടും കാര്യങ്ങളെല്ലാം കണ്ണനോടും മഹിയോടുമായിട്ട് പറയുന്നുണ്ട്. കണ്ണൻ നടക്കുന്നത് ഒരിക്കലും വേറൊരാളും കാണരുത്, അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും വീൽ ചെയറിൽ തന്നെ നടക്കാൻ പാടുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. മലയ്ക്ക് വന്നതിന് ശേഷം നിങ്ങളൊരു പുതിയ ജീവിതം ആരംഭിക്കണം, നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുമെന്നെല്ലാം തോമസ് വൈദ്യൻ പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ണൻ ഒരു സ്വാമിയാണെന്നുള്ള കാര്യം രണ്ടുപേരും ഓർക്കണം, അത് മറന്നു പോകരുതെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിക്കും കണ്ണനും ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. പിന്നീട് അവരവിടെ നിന്ന് നേരെ മോഹിനിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ മോഹിനിയാണെങ്കിൽ ഇവർ വരുന്നത് കണ്ട് വളരെയേറെ സന്തോഷിക്കുന്നു. അങ്ങനെ കാറിൽ നിന്നും വീൽ ചെയറിലോട്ട് ഇറങ്ങിയിരിക്കുന്ന കണ്ണനെ കാണുമ്പോഴേക്കും മോഹിനിക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ മോഹിനി ഓർക്കുന്നുണ്ട്, ഈ തൃക്കാർത്തിക നാളിൽ കണ്ണനൊരു അത്ഭുതം സംഭവിക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ ദൈവമേ, എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ഓർത്ത് മോഹിനി ആകെ വിഷമിക്കുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും അകത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണ്ട, അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് നടക്കാൻ സാധിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ മോഹിനിയുടെ മുന്നിൽ നടന്ന് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് മോഹിനിക്കാണെങ്കിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കണ്ണൻ്റെ ഈ മാറ്റം കണ്ടിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ണനെ കണ്ടിട്ട് മോഹിനിക്കാണെങ്കിൽ വളരെയേറെ സന്തോഷമാകുന്നുണ്ട്. അത് കണ്ട് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് മഹിയും. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ കുറേശ്ശെ നടക്കാൻ പറ്റുന്നുണ്ട് അമ്മേ, അത് പതിയെ ശരിയായിക്കോളും, ഇനിയുള്ള ചികിത്സകളിലെല്ലാം നന്നായിട്ട് നടക്കാൻ തന്നെ പറ്റുമെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെയും കൂട്ടി പിറകിലോട്ടെല്ലാം പോകുന്നുണ്ട്. കണ്ണേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ പിറകുവശമൊന്നും കണ്ടിട്ടില്ലല്ലോ, അവിടെയെല്ലാം നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും വിളിച്ചുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അതേസമയം മോഹിനിയാണെങ്കിൽ, മോനെ സൂക്ഷിച്ച് നടക്കണം, മോൻ്റെ കാലുകൾക്ക് ഇനി ഒരിക്കലും ഒന്നും സംഭവിക്കരുത്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ നടക്കണമെന്നെല്ലാം പറയുന്നുണ്ട് മോഹിനി. അതേസമയം അങ്ങോട്ടേക്ക് പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും കാർ കയറി വരുന്നുണ്ട്. ഇതൊന്നും അറിയാതെയാണ് ഇവർ എല്ലാവരും കൂടെ പിറകുവശത്ത് നടക്കാനെല്ലാം പോയിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് കാർ എത്തുന്നതിൻ്റെ സൗണ്ട് കേട്ട് മോഹിനിയാണെങ്കിൽ വന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയെയും പ്രതാപനെയും കാണുന്ന മോഹിനിയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുകയാണ്. അങ്ങനെ എളുപ്പം തന്നെ മോഹിനി ഇവരെ കണ്ടതും പെട്ടെന്ന് തന്നെ അകത്തോട്ടേക്ക് പോകുന്നുണ്ട്. ഇത് പേടിച്ച് മോഹിനിയുടെ വെപ്രാളവും പരവേശവും എല്ലാം കാണുമ്പോഴേക്കും മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ ആകെ ഒരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, ഇവളെന്താണ് അമ്മേ നമ്മളെ കണ്ടതും ആകെ പരവേശം പിടിച്ചുകൊണ്ട് അകത്തോട്ട് ഓടുന്നത്, ആരോ ഉണ്ടല്ലോ അകത്തെന്നെല്ലാം പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശിയും ആകെ സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഓടി വന്ന് മഹിയോടും കണ്ണനോടുമായിട്ട് മോഹിനി പറയുന്നുണ്ട്, പ്രതാപേട്ടനും മുത്തശ്ശിയും വന്നിട്ടുണ്ട്, മോൻ എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് പോയിരുന്നോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മോനെ അകത്തോട്ട് കയറി വാ മോനെ എന്നെല്ലാം വിളിച്ചുകൊണ്ട് മോഹിനിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. ഇത് കേട്ട് വളരെ സ്തംഭിച്ച് നിൽക്കുകയാണ് മഹാലക്ഷ്മിയും കണ്ണനും. അതേസമയം അകത്തോട്ട് കയറി വരുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ കയറി വരുന്ന പ്രതാപനാണെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ വീൽ ചെയറിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോഴേക്കും പറയുന്നുണ്ട്, ആ കണ്ണനും മഹാലക്ഷ്മിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്, അവൻ്റെ വീൽ ചെയർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അമ്മയെന്നിങ്ങനെ ആകെ ഭയപ്പാടോടുകൂടി തന്നെ പറയുന്നുണ്ട്. നമ്മൾ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് നടന്നു അമ്മയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും ആകെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മോഹിനിയും മഹാലക്ഷ്മിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ എവിടെ, നീ എപ്പോൾ വന്നെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്നല്ല മഹാലക്ഷ്മി പറയുന്നുണ്ട്. കണ്ണേട്ടനാണെങ്കിൽ കുറച്ച് സമയം കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയാണെന്നെല്ലാം പറയുന്നുണ്ട്. അല്ല, വീൽ ചെയർ ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ നടക്കാൻ തുടങ്ങിയെന്ന്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, അത് ചിലപ്പോൾ സംഭവിക്കും, അതിന് നിങ്ങൾക്ക് എന്താണെന്നെല്ലാം ചോദിച്ചുകൊണ്ട് മോഹിനി ആകെ ചൂടാകുന്നുണ്ട്. പിന്നീട് സാഗറാണെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്ത് കണ്ണൻ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഞ്ജുവിനാണെങ്കിൽ ആകെ സന്തോഷമാകുന്നുണ്ട്. എനിക്കെൻ്റെ കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് കാണണം സാഗറേട്ട, കണ്ണേട്ടനെ എൻ്റെ സന്തോഷം എനിക്ക് അറിയിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ആകെ ത്രില്ലടിക്കുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ണൻ സാറ് നടക്കുന്ന കാര്യം ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതെന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം ആരും അറിയാതിരിക്കാൻ വേണ്ടി നമ്മളതൊന്നും നടന്നതായിട്ടൊന്നും നമ്മൾ ഭാവിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സാഗർ. എന്താണെങ്കിലും എൻ്റെ കണ്ണേട്ടൻ നടന്നുവല്ലോ, അത് മാത്രം മതി എനിക്കെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ വളരെ സന്തോഷിക്കുന്നുണ്ട്.
ഇനി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷ നിമിഷങ്ങളെല്ലാം വന്നു ചേരും. സാഗരേട്ട, അത് കാണുമ്പോഴാണ് എൻ്റെ മനസ്സ് നിറയുന്നതെന്നെല്ലാം പറയുന്നുണ്ട് മഞ്ജു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.